മക്രോണി വിത്ത് വൈറ്റ് സോസ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ മക്രോണിയിൽ നിന്ന് ഒരു വ്യത്യസ്തമായ രുചിയാണിത്. മക്രോണിയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാരറ്റ്, ഗാർലിക്, ചില്ലി ഫ്ലെക്സ്, പെപ്പർ, ക്യാപ്സിക്കം. പിന്നെ അതുകൂടാതെ ബട്ടർ. വൈറ്റ് സോസ് തയ്യാറാക്കാനുള്ളത് ബട്ടർ, മിൽക്ക്, മൈദ. ഞാൻ ഈ ടൈപ്പ് മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളിലൊക്കെ യൂസ് ചെയ്യാം. ഉപ്പ്, പെപ്പർ, ചില്ലി ഫ്ലെക്സും കൂടെ ചേർത്ത് വേവിച്ചെടുത്ത ചിക്കനാണിത്. ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക. മക്രോണികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ 1 ടീസ്പൂൺ ഓയിൽ നമുക്ക് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ ഉപ്പ്. മക്രോണി ഒരുപാട് വെന്ത് പോകരുത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. വെന്താൽ ഇത് നമുക്കൊരു കൊട്ടയിലേക്ക് ഊറ്റിയെടുക്കാം. മക്രോണി ഇവിടെ വെന്ത് നല്ല പാകമായി. മീഡിയം ഫ്ലെയിമിൽ ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി മെൽറ്റാണ് വരെ ഇളക്കുക. ബട്ടർ മെൽറ്റായി വരുമ്പോൾ 2 ഗാർലിക് അരിഞ്ഞു വെച്ചത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വെജിറ്റബിൾസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിക്കണം. ഫസ്റ്റ് നമ്മൾ ക്യാരറ്റ് ആഡ് ചെയ്യാം. അടുത്തതായി നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ്, നമ്മുടെ വെജിറ്റബിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സെയിം പാത്രത്തിൽ തന്നെ നമുക്ക് വൈറ്റ് സോസ് തയ്യാറാക്കാം. കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മെൽറ്റ് ചെയ്യാം. വൈറ്റ് സോസ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. ബട്ടർ ചൂടായി വരുമ്പോൾ ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടറിലേക്ക് 2 ടീസ്പൂൺ മൈദ ചേർത്ത് നന്നായി ഇളക്കുക.
ഒരുപാട് ബ്രൗൺ കളർ ആവരുത്, മൈദയുടെ പച്ചമണം മാറി കിട്ടിയാൽ മതി. ആദ്യം കുറച്ച് പാൽ ചേർത്ത് നന്നായി ഇളക്കുക. ഇനി ബാക്കിയുള്ള പാൽ കൂടി ചേർത്ത് നന്നായി ഇളക്കുക. അര ടീസ്പൂൺ ഉപ്പ്, ഇതാണ് ഇതിൻ്റെ പരുവം. തയ്യാറാക്കി വെച്ച വൈറ്റ് സോസിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. അര ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ്, അര ടീസ്പൂൺ പെപ്പർ പൗഡർ. തയ്യാറാക്കി വെച്ച ചിക്കനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. സ്വീറ്റ് കോൺ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. ഒറിഗാനോ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതും ഓപ്ഷണലാണ്, ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. മക്രോണി വിത്ത് വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഇത് ഒരുപാട് എരിവൊന്നും ഇല്ലാത്തൊരു ഡിഷാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണം കേട്ടോ.